നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ? നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയും കൂടെ നമ്മൾക്കിവിടെ നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാനും തുടങ്ങുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആവട്ടെ, കരിയർ ആവട്ടെ, എന്ത് കാര്യങ്ങളും ആവട്ടെ, അതിൻ്റെ കാര്യങ്ങൾ അതിനൊരു വ്യക്തത ലഭിക്കണം, അതിനൊരു സൊല്യൂഷൻ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റിച്വൽസും തയ്യാറാക്കി നൽകുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ടെമ്പറൻസ് ആണ്. 4 ഓഫ് സോർഡ്സ്, 8 ഓഫ് സോർഡ്സ്, 3 ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹൈ പ്രീസ്റ്റസ്, ലവേഴ്സ് കാർഡ്, 10 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് കപ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളെന്ന വ്യക്തി ഭയങ്കര ഒരു എടുത്തുചാട്ടമുള്ളൊരു സ്വഭാവമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ക്ഷമയില്ലാണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങളിങ്ങനെ കഴിച്ചു കൂട്ടുന്നത് വളരെ പാടുപെട്ടാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു ക്ഷമയില്ലെങ്കിൽ പോലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇവിടെ ചിന്തിക്കുന്നത് എന്നാണ്. കാരണം നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നാളെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിയാവും, നാളെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാത്തതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. എന്നിരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരും, നാളെ വരും എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉറപ്പായിട്ടും 100% റീയൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഇനിയും മാറാൻ ടൈം എടുക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. ആ വ്യക്തികൾ കാരണം നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇനിയും ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സമയം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള ആരാണോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാരണക്കാർ, അല്ലെങ്കിൽ ആര് കാരണമാണോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായത്, അവരെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്ന് മാറ്റുവാനും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് ഈ ഒരു യൂണിവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓരോ ദിവസവും കഴിയുന്തോറും ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രോബ്ലംസിനെല്ലാം ഒരു ഹീലിംഗ് യൂണിവേഴ്സ് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചെറിയ രീതിയിലാണ് ഹീല് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ആക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തു എന്ന് കരുതി നാളത്തെ ദിവസം എല്ലാം ശരിയായിട്ട് വരുമെന്നല്ല. നിങ്ങളിവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് ചിന്തയുണ്ടല്ലോ, ഇവിടെ ഒരു മാറ്റം വരുത്താനുള്ളത് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ആ ഒരു പോസിറ്റീവ് ചിന്തയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. ആ നിരാശയുണ്ടല്ലോ അത് നിങ്ങൾ മാറ്റുക. ഒരു കാര്യം വിചാരിക്കുക, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഇനിയും നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ പുതിയ പ്ലാനുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ഗെയിംസ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പറ്റിയിട്ട് കുറേ രീതിയിൽ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലൊരു നിങ്ങളോട് ദേഷ്യം ഉണ്ടാക്കാവോ, നിങ്ങളുടെ അടുത്ത് അകൽച്ച ഉണ്ടാക്കാവോ, അതിനെല്ലാം ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സൺ ട്രൈ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ
നിങ്ങളുടെ പേഴ്സൺ അതൊരു പരിധി വരെയും വിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പരിധി എന്ന് പറയാൻ പറ്റില്ല, ഒരു 85% നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്ന രീതി അനുസരിച്ച് ചില സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉള്ളതായിട്ടും നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം. ഇപ്പം നേരെ സംസാരിക്കുന്ന കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ പെരുമാറുന്ന, ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ സ്നേഹമായിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ക്യാരക്ടറിനൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. അവർ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഉടനെ ദേഷ്യപ്പെടുക, ഈ ഒരു അവസ്ഥ ഇത് ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ മൂലമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ളൊരു ഇവിടെ കാണുന്നത്, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മെയിൻ കാരണമായിട്ട് കാണുന്നത് അതൊരു തുറന്ന് സംസാരിക്കാത്ത ഒരവസ്ഥ. പക്ഷേ ഇപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം അതിനൊരു സമയമുണ്ട്. നിങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്, നിങ്ങൾ അറിഞ്ഞൂടാത്ത കാര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറ്റം പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാനുള്ള സമയമായിട്ടില്ല. നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് ആ ഒരു ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ് ആവുക. നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനോ നിങ്ങളുടെ തെറ്റിദ്ധാരണ പറഞ്ഞ് ക്ലിയർ ചെയ്യാനോ നിൽക്കണ്ട. ഇവിടെ പ്രശ്നമായിട്ട് കാണുന്ന നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആവും. ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തി അത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവുകയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഒരു കാര്യവും പറയാൻ നിൽക്കണ്ട. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങളെ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു തിയറി ഉണ്ട്, ഫോളോ ചെയ്യേണ്ട തിയറി. നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക. പല കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വഴക്കിട്ടാലും കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരക്ഷരം തിരിച്ച് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക. അതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കൊണ്ടിട്ട് ആവശ്യം വരും. ആ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ അവർക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒരു മാനസികമായിട്ട് പ്രശ്നം വന്ന സമയത്തോ നിങ്ങൾ ശരിക്കും ഒരു താങ്ങായിട്ടും തണലായിട്ടും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു അവസ്ഥ ഇനിയും നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ അസുഖം അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് വരാനുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻഡയറക്റ്റ്ലി അവരുടെ കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിലോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, എന്തൊക്കെയോ വയ്യാഴികളുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ കുറച്ചുകൂടെ രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, വീഡിയോയുടെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ആ ഒരു അഫർമേഷനും കൂടെ കേൾക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കാം. ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് കൈവശം കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കൈവശം വശീകരിച്ചെടുക്കാൻ തന്നെയാണ് കൈവശം കൊടുത്തത്. വശീകരണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സൺ തമ്മിൽ ലവ് അഫെയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളത്. ഈ ഒരു തേർഡ് പേഴ്സൺ ആരും ആവട്ടെ, അത് നിങ്ങളുടെ വ്യക്തിയുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരുമാകാം, അത് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി കേൾക്കുവാനും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് കൈവശം കൊടുത്തത്. ഈ കൈവശം കൊടുത്തതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, തലവേദന, മുഖം മുഴുവനും കറുത്ത് വരിക,
എപ്പോഴും തളർച്ച, എപ്പോഴും ക്ഷീണം, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഒരുപാട് നേരം ഉറങ്ങിക്കഴിഞ്ഞാലും ഇനിയും ഉറങ്ങണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ആ ഒരു അസ്വസ്ഥതകളെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥകൾ ഇച്ചിരൂടെ രൂക്ഷമാവാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം, അതായത് എത്രത്തോളം നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെടുത്തൊക്കെയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഒരുപാട് പുകഴ്ത്തി അവരുടെ ക്യാരക്ടറിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഏതൊക്കെയോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ പറഞ്ഞതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് കണ്ണ് തട്ടിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്കപ്പ് ആവാനുള്ള ആ ഒരു റീസണായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ നല്ല കാര്യങ്ങളും നിങ്ങളുടെ മോശപ്പെട്ട കാര്യങ്ങളും ഒന്നും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ആഴവും നിങ്ങൾ തമ്മിലുണ്ടാവുന്ന കാര്യങ്ങളും അതൊന്നും ആരെടുത്തും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആരെടുത്താണോ പറഞ്ഞത് അവരൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ബ്രേക്കപ്പായിട്ട് നിങ്ങളുടെ ദുഃഖം കാണാനായിരുന്നു നിങ്ങളുടെ സങ്കടം പറഞ്ഞ വ്യക്തികൾ, സന്തോഷം പറഞ്ഞ വ്യക്തികളൊക്കെ ആഗ്രഹിച്ചിരുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വരാനിരിക്കുന്ന അവസ്ഥ നോക്കുകയാണെങ്കിൽ, അവരിപ്പോൾ ആവശ്യമില്ലാത്ത എന്തോ ഒരു ബർഡനാണ് ചുമന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയാണ് നോക്കുന്നത്. തേർഡ് പേഴ്സണിന് വേണ്ടി പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമില്ലാത്തൊരു ബർഡനാണ് അവർ ചുമക്കുന്നത്. പക്ഷേ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി ആണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് അവർ വളരെ സന്തോഷമായിട്ടാണ് അവരത് ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് പല റെസ്പോൺസിബിലിറ്റീസും എടുത്ത് നിങ്ങളുടെ വ്യക്തിയുടെ തലയിൽ വെച്ച് കൊടുത്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്നാണോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ബർഡൻ എടുത്ത് ദൂരെ കളയുന്നത്, അന്ന് നിങ്ങളുടെ വ്യക്തി രക്ഷപ്പെടുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഇനിയുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു ലെറ്റ് ഗോ ചെയ്യുന്നൊരവസ്ഥ തന്നെ ഉണ്ടാവാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നൊരവസ്ഥ. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന നിങ്ങൾ എന്നാണോ മൂവ് ഓൺ ചെയ്യുന്നത് അന്നാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയം മുതൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കല്യാണം നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്നേഹിച്ചവരാണ്, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നം എല്ലാം കോംപ്രമൈസ് ആയിട്ട് എല്ലാം പറഞ്ഞു തീർക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെയും വീണ്ടും തുടരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ മക്കളുമൊത്ത് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കുടുംബസമേതം എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒന്നിച്ച്, അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ തുടർന്നുള്ള പ്രശ്നമാണ് നിങ്ങളുടേത്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് ഇവിടുന്ന് മാറി താമസിക്കാം എന്നൊക്കെ പറഞ്ഞതിൽ തുടർന്നുള്ള പ്രശ്നമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ഉണ്ടാവും. നിങ്ങൾ എവിടെയാണോ മാറി താമസിക്കാൻ ആഗ്രഹിച്ചത്, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോടൊത്ത് മക്കൾക്കുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പേഴ്സണിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കാണെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളോ വയ്യാഴികളോ എന്തെങ്കിലും ആവശ്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ അഹങ്കരിച്ചിരിക്കുന്നവരാണെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വ്യക്തി മാത്രമേ നിങ്ങൾക്കും കാണുകയുള്ളൂ. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പ്രാർത്ഥിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങൾക്ക് വേണ്ടവരാണ്.
ലൈഫ് ലോങ് ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്, ലൈഫ് ലോങ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സന്തോഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് കൊണ്ടുതരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് 100% ഉറപ്പോടുകൂടി തന്നെയാണ് പറയുന്നത്. ഇനി നമുക്കൊരു അഫർമേഷൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷനാണ് ഇത്. തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു അഫർമേഷൻ നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ ഉള്ളറിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തേർഡ് പേഴ്സണൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്ന് പോയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അഫർമേഷൻ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ചൂസ് ചെയ്യുക. ആരും നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂഡ്, പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടുള്ളൂ. നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുക. അതിനുശേഷം കുറച്ച് നേരം ഒരു 3 to 5 minutes ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം കണ്ണടച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. അവരുടെ പേര് 3 തവണ നിങ്ങൾ പറയുക. അതിനുശേഷം വിശ്വാസമാണ് കേട്ടോ, നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഈ ഒരു അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു നിസ്സാരമായിട്ടുള്ളൊരു അഫർമേഷൻ അല്ല. 100% വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. അഫർമേഷൻ ഇങ്ങനെയാണ്: ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറയുക. ഈ ഒരു അഫർമേഷനിൽ ആദ്യം തന്നെ പറയുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ എന്നാണ്. അതുകൊണ്ട് ഈ ഒരു അഫർമേഷനിൽ കൂടെ മനസ്സിലാവുന്നത് എന്താണ്? നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരാളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സെൽഫ് ലവ് തന്നെ ചെയ്യാൻ പഠിക്കുക. സെൽഫ് ലവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് അഫർമേഷൻ. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നവരാണ്, തേർഡ് പാർട്ടി കാരണം പ്രശ്നം അനുഭവിക്കുന്നവരാണ്, ദാമ്പത്യ ജീവിതത്തിലെ കലഹം, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, മണി ബ്ലോക്കേജ്, ഇതൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് റീഡിംഗ് എടുത്തതിന് ശേഷം അതിനകത്ത് പരിഹാരം കണ്ടെത്തുക. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് പരിഹാരം ചെയ്യുന്നതിലൂടെ ഇത് സോൾവായി കിട്ടുന്നതാണ്. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ആണ് തയ്യാറാക്കി നൽകുന്നത്. ബ്രേസ്ലെറ്റും ഉണ്ട്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ റിച്വൽസിൻ്റെ ആവശ്യത്തിനും ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.